നമസ്കാരം. അസംബ്ലി ഇലക്ഷൻ വരികയാണ്. പത്തനംതിട്ട ജില്ലയിലെ പ്രധാന വിഷയം, രണ്ട് CPM-കാർ CPM വിടുന്നു. ഒന്ന് AG ഉണ്ണികൃഷ്ണൻ, രണ്ട് കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ. AG ഉണ്ണികൃഷ്ണനെ പറ്റി ഞാൻ പറയാം. അദ്ദേഹം സംഘത്തിൽ നിന്നും വളർന്നു വന്ന് BJP-യുടെ പല ചുമതലകളും വഹിച്ച് ജില്ലാ പ്രസിഡൻ്റായിരുന്നു, സംസ്ഥാന ചുമതലയുണ്ടായിരുന്നു. ഇതെല്ലാം വഹിച്ച് അവസാനം വലിയ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്ന പരാതി കൊണ്ട് CPM-ലേക്ക് ചാടി. വെറുതെ ഉള്ള ചാട്ടമായിരുന്നില്ല, കുറേ പേരെ കൂടെ കൂട്ടിയാണ് ചാടിയത്. ചാടിയവരൊക്കെ പോയ വേഗത്തിൽ തിരിച്ചു വന്നു. AG ഉണ്ണികൃഷ്ണൻ മാത്രം CPM-ൽ നിന്നു. AG ഉണ്ണികൃഷ്ണൻ CPM-ലേക്ക് പോയത് നല്ല സമയത്താണ്. CPM അധികാരത്തിൽ വന്ന 2016-ലാണ്. 2026 CPM പരാജയപ്പെടുമെന്നും UDF അധികാരത്തിൽ വരുമെന്നും AG ഉണ്ണികൃഷ്ണൻ നന്നായിട്ടറിയാം. AG ഉണ്ണികൃഷ്ണൻ ഈ 10 വർഷം CPM-ൽ വളരെ യാതന അനുഭവിച്ചാണ് പ്രവർത്തനം നടത്തിയത്. AG ഉണ്ണികൃഷ്ണൻ്റെ പ്രധാന എതിരാളി അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരനാണ്. ഓമല്ലൂർ ശങ്കരൻ സാറിനെ പറ്റി പറഞ്ഞാൽ, അദ്ദേഹം LLBക്ക് ഗോൾഡ് മെഡലിസ്റ്റായിരുന്നു. നന്നായി LLB പരീക്ഷ എഴുതിയ ആളാണ്. എന്നാൽ വക്കീൽ പണിയിൽ അദ്ദേഹം അമ്പയെ പരാജയപ്പെട്ടു. അദ്ദേഹം പരാജയപ്പെടാൻ കാരണം വക്കീൽ പണിയിൽ വരാത്തതുകൊണ്ടാണ്, കഴിവില്ലാത്തതുകൊണ്ടല്ല. രാഷ്ട്രീയം മാത്രമായി അദ്ദേഹം ജീവിതം കൊണ്ടുപോയി. രാഷ്ട്രീയത്തിൽ വലുതുമായോ എന്ന് ചോദിച്ചാൽ ഒന്നും ആയതുമില്ല. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പലരും വലിയ വലിയ പദവികൾ വഹിച്ചിട്ടുള്ളവരും വഹിക്കുന്നവരുമാണ്. അദ്ദേഹവും ഇപ്പോഴും ഒരേ രീതിയിൽ ഓമല്ലൂർ ചുറ്റുവട്ടത്ത് മാത്രം ആ പ്രവർത്തനം നടത്തി ജീവിക്കുന്ന ഒരു പാവം മനുഷ്യനാണ്. പാവം എന്ന് ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലല്ല, വളരെ കൗശലശാലിയാണ്, വളരെ കൂർമ്മബുദ്ധിയാണ്. ആർക്കെങ്ങനെയൊക്കെ പാരയടിക്കണമെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. AG ഉണ്ണികൃഷ്ണനെ പാരയടിച്ച് പുകച്ച് ഓമല്ലൂർ ശങ്കരൻ വെളിയിലാക്കി. AG ഉണ്ണികൃഷ്ണൻ ഒരു ഗത്യന്തരവും ഇല്ലായിരുന്നു അകത്ത് നിൽക്കാൻ. പഠിച്ച പണി പലതും AG ഉണ്ണികൃഷ്ണൻ നോക്കി, ഒരു പണിയും വേശിയില്ല. നിൽക്കക്കള്ളിയില്ലാത്ത രീതിയിൽ പാരയും മറുപാരയും തിരിച്ചു പാരി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അവസാനം AG ഉണ്ണികൃഷ്ണൻ വെളിയിലായി. ഈ പാർട്ടി മാറുന്നതിന് ഉപമിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. വേലിയേറ്റം വരുമ്പോൾ കുറേ ചവറുകൾ മേപ്പോട്ട് കയറും. വേലിയിറക്കം വരുമ്പോൾ ആ ചവറുകളെല്ലാം പഴയ സ്ഥാനത്ത് വരും. അതാണ് ഈ പാർട്ടി മാറുന്നത്. കൂടെ പാർട്ടി മാറുന്ന കുതന്ത്രശാലികൾ, അവർ അധികാരമോഹികളാണ്. മറ്റ് കാര്യങ്ങളിലൊക്കെ കൂടുതൽ അന്യായലാഭം ഉണ്ടാക്കാൻ വേണ്ടി പാർട്ടി മാറുന്നവരാണ്. AG ഉണ്ണികൃഷ്ണൻ ഒരു കാര്യവുമില്ലായിരുന്നു BJP-യിൽ നിന്ന് മാറേണ്ടുന്നത്. BJP-യിലും സംഘപരിവാർ സംഘടനയിലും ഒക്കെ വളരെ അംഗീകാരമുള്ള ആളായിരുന്നു AG ഉണ്ണികൃഷ്ണൻ. പാർട്ടി മാറി CPM-ൽ ചെല്ലുമ്പോൾ അവിടെ വലിയ സ്വീകരണമായിരിക്കും എന്നാണ് അദ്ദേഹം തെറ്റിദ്ധരിച്ചത്. CPM എന്നൊരു പാർട്ടി, ആ പാർട്ടിയിലുള്ളവർക്ക് തന്നെ നിലനിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ശ്രദ്ധിച്ചല്ലാതെ നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അത്രയ്ക്കുള്ള ഒരു പാർട്ടിയാണ് CPM. AG ഉണ്ണികൃഷ്ണൻ ഇവിടുന്ന് താറും പാഞ്ചി അങ്ങോട്ട് ചെന്നപ്പോൾ ഇവിടുത്തേനേക്കാൾ പ്രശ്നം അവിടെ. RSS-കാരോ BJP-കാരോ ഒന്നും AG ഉണ്ണികൃഷ്ണൻ്റെ പിന്നാലെ പോയില്ല. പക്ഷേ AG ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ പാർട്ടി മാറി വേറെ എവിടെയോട്ട് മാറിയാൽ CPM-കാർ പിന്നാലെ പോകും. AG ഉണ്ണികൃഷ്ണൻ പാർട്ടി മാറിയപ്പോൾ ഞാനൊരു ലേഖനം ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. ഈ AG ഉണ്ണികൃഷ്ണൻ എന്ന ആൾ എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്. എനിക്ക് വളരെ സ്നേഹമാണ്. എപ്പോൾ എവിടെ വെച്ചാൽ മനു ഞാൻ എന്തുകൊണ്ട് ഉണ്ണിച്ചേട്ടാ എന്ന് ചോദിക്കും. അദ്ദേഹം യുവമോർച്ചയുടെ ചുമതലയിരിക്കുമ്പോൾ ഞാൻ യുവമോർച്ചയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. എനിക്ക് ഈ പാർലമെൻ്ററി മോഹവും അധികാരമോഹവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രാഷ്ട്രീയ പാർട്ടിയിലൊന്നും പിന്നീട് പ്രവർത്തിക്കാൻ പോയില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല, താല്പര്യമില്ല. എൻ്റെ അച്ഛൻ BMS-ൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. എനിക്ക് ഏതെങ്കിലുമൊക്കെ പദവിയിൽ പോകാൻ വളരെ സാധ്യതയുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഉപയോഗിക്കാൻ പോയില്ല. ഉപയോഗിക്കാൻ പോയാൽ മറ്റു പല കുഴപ്പങ്ങളുമുണ്ട്. പലരും തടയിടും, നമ്മളെ മാന്യത പഠിപ്പിക്കും. ഞാൻ ഇന്നതൊക്കെ പറയണമെന്ന് പറയും, ഞാൻ ഇന്ന രീതിയിൽ നടക്കാമെന്ന് പറയും, ഞാൻ സാവധാനം നിൽക്കണം, അറ്റൻഷൻ നിൽക്കണമെന്ന് പറയും. എനിക്കതിനൊന്നും പറ്റില്ല. എനിക്ക് എൻ്റെ ജീവിതം എനിക്ക് തോന്നുന്ന രീതിയിൽ ജീവിക്കണം, സന്തോഷമായി ജീവിക്കണം. അതുപോട്ടെ. അപ്പോൾ ഈ AG ഉണ്ണികൃഷ്ണൻ പാർട്ടി മാറി CPM-ൽ ചെന്നപ്പോൾ മാർക്സിസ്റ്റുകാരെ വലിയ മാർക്സിസ്റ്റുകാരായി. ചില പെന്തക്കോസുകാരുണ്ട്, പുതു ക്രിസ്ത്യാനികൾ. അവർ മതം മാറി അങ്ങോട്ട് ചെല്ലുമ്പോൾ സാധാരണ ക്രിസ്ത്യാനികൾ ബൈബിൾ കച്ചത്തി വെക്കും, അല്ലെങ്കിൽ കയ്യിൽ വെക്കും. എന്നാൽ പുതുക്രിസ്ത്യാനി ചെല്ലുന്നവൻ തലയിൽ വെക്കും. അത്രയ്ക്ക് വ്യത്യാസമാണ്. അപ്പോൾ ഈ AG ഉണ്ണികൃഷ്ണൻ അങ്ങോട്ട് ചെന്നപ്പോൾ വലിയ സ്വീകരണം, ഇംഗ്ലാവൊക്കെ വിളിച്ച് സ്വീകരണം, രോമാഞ്ചകഞ്ചുകനായി, വളരെ സന്തോഷകരമായി. പാർട്ടി വലിയതായിട്ട് അംഗീകരിക്കുന്നുള്ളതായി. മുന്നോക്ക ക്ഷേമ കോർപ്പറേഷൻ്റെ ഒരു മെമ്പറാക്കി. അത് വലിയ കാര്യമൊന്നുമില്ല, ഒരു ബോർഡ് മാത്രം കൊടുത്തു. വണ്ടി പുള്ളിയുടെ ആയിരുന്നു. അത് തെക്കോട്ടും വടക്കോട്ടും ഒക്കെ നടന്നപ്പോൾ പുള്ളി വലിയ ആളായി എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചു. പുള്ളി തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ മിടുക്കനാണ്, വളരെ കൗശലശാലിയാണ്. പക്ഷേ പുള്ളിയുടെ കൗശലമല്ല പുള്ളിക്ക് പോകെ ദോഷമാണ് ഉണ്ടാക്കിയതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു
രാഷ്ട്രീയ പാർട്ടി, അതായത് RSSO, മാർക്സിസ്റ്റോ, കോൺഗ്രസ്സോ എന്തുമാകട്ടെ, അതിൽ നമ്മൾ ചെറുപ്പകാലം മുതൽ പ്രവർത്തിച്ച് വന്നാൽ നമുക്ക് ധാരാളം പരിചയങ്ങളും അടുപ്പങ്ങളും സൗഹൃദങ്ങളും അതിൽ നിന്നുണ്ടാകും. നമ്മൾ പെട്ടെന്ന് പാർട്ടി മാറി മറ്റൊരിടത്ത് ചെന്നാൽ ഒരിക്കലും ആ അംഗീകാരം നമുക്ക് കിട്ടില്ല. ഞാനൊരു പാർട്ടിയുടെയും ചുമതലയില്ല. ഞാൻ ഈ ജില്ലയിൽ എവിടെ ചെന്നാലും ഒരു RSSകാരൻ, ഒരു സ്വയം സേവകൻ എന്നുള്ള ഒരു ലേബൽ എനിക്കുണ്ട്. അത് മതി എനിക്ക്. എന്നെ എവിടെ ചെന്നാലും ചേട്ടാ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. എന്നെ അങ്ങനെ ശ്രദ്ധിക്കുന്നവരുണ്ട്. എനിക്ക് സ്ഥാനമോഹം ഇല്ലാത്തതുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല. പക്ഷേ AG ഉണ്ണികൃഷ്ണൻ വളരെ സ്ഥാനമോഹിയാണ്. അദ്ദേഹം സ്ഥാനം കിട്ടാൻ വേണ്ടി എവിടെയും ചാടും. അങ്ങനെ AG ഉണ്ണികൃഷ്ണൻ BJPയിൽ നിന്ന് CPMലേക്ക് പോയി. AG ഉണ്ണികൃഷ്ണൻ തെല്ലൊന്നുമല്ല ദോഷം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്. ഓമലൂർ അമ്പലത്തിൽ വലിയ പ്രശ്നങ്ങൾ AG ഉണ്ണികൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കി. അവിടെ സംഘശാഖ നിർത്തലാക്കാൻ വേണ്ടി ശ്രമിച്ചു. സ്വയം സേവകർക്ക് വളരെ ദോഷങ്ങൾ ഉണ്ടാക്കി. അവർക്കെതിരെ പരാതി കൊടുത്തു, കേസെടുപ്പിച്ചു. അങ്ങനെ വളരെ ദോഷമുണ്ടാക്കി. AG ഉണ്ണികൃഷ്ണനായിരുന്നു അതിൻ്റെ നേതൃത്വം. ആ AG ഉണ്ണികൃഷ്ണൻ ആ പാർട്ടി തന്നെ ഇപ്പോൾ വിട്ടു. വളരെ സന്തോഷമുണ്ട്. AG ഉണ്ണികൃഷ്ണൻ അറിയാൻ ഒരു കാര്യം ഞാൻ പറയാം. എവിടെ വേണേൽ ചാടണം, പക്ഷേ മൂടറിയണം. മൂടറിഞ്ഞാൽ ചാടാവും, മൂട് കളയരുത്. ഓമലൂർ തന്നെയാണ് അദ്ദേഹത്തിന് ജീവിക്കേണ്ടത്. ഓമലൂരാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അവിടെയുള്ളവരാണ് അദ്ദേഹത്തിൻ്റെ അയൽവാസികൾ. അവിടുത്തെ സംഘ സ്വയം സേവകർക്ക് വളരെയേറെ ദോഷം അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹത്തിനാൽ ആവും വിധം ഉണ്ടാക്കി. ഒരു മയവും അദ്ദേഹം അതിനകത്ത് കാണിച്ചില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണ്, എനിക്ക് ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്. പക്ഷേ സംഘടനാപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് കൃത്യമായി പറഞ്ഞിരിക്കണം. എന്തായാലും AG ഉണ്ണികൃഷ്ണൻ്റെ ഇപ്പോഴത്തെ ഘാതകൻ അഡ്വക്കേറ്റ് ഓമലൂർ ശങ്കർ സാറാണ്. അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് AG ഉണ്ണികൃഷ്ണനെ കൈക്കലേക്ക് വാങ്ങുന്നതിനോട്ട് വാങ്ങി താഴെ വെച്ചു. വളരെ കാലത്തെ ശ്രമമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ആ ശ്രമം ഇപ്പോൾ ഫലവത്തായി. AG ഉണ്ണികൃഷ്ണൻ വാളെടുത്ത് വെളിയിലിറങ്ങി. ഇപ്പോഴും AG ഉണ്ണികൃഷ്ണന് ബുദ്ധിയില്ല. ഒരു പാർട്ടിയിൽ നിന്നും വെളിയിൽ പോകാതെ അവിടെ തന്നെ നിന്ന് അവസരം നോക്കി മേലോട്ട് കയറാൻ ശ്രമിക്കുകയല്ലാതെ ചാടി വെളിയിൽ പോവുക എന്നുള്ളത് ഒരു മണ്ടത്തരമാണ്. BJPയിൽ നിന്നും പോയി വെളിയിൽ പോയ AG ഉണ്ണികൃഷ്ണൻ എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. അവിടെ ഏതാണ്ട് കോർപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കുക, അതെല്ലാം പൊട്ടി, അല്ല, ഒന്നും കിട്ടിയില്ല. സമ്പൂർണ്ണ നഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. ആ നഷ്ടം ഇപ്പോഴും അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം നല്ലൊരു സംഘാടകനാണ്, പക്ഷേ സാമാന്യ ബുദ്ധിയോ വിവരമുള്ള ആളല്ലെന്ന് എനിക്ക് ഇതിലാൽ മനസ്സിലായി. ആന മണ്ടത്തരമാണ് അദ്ദേഹം കാണിച്ചത്. പിന്നെ ഞങ്ങളുടെ ഒരു അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ വളരെ മാന്യനാണ്, ഒരു കുഴപ്പമില്ലാത്ത, ഒരു ദുശീലവും ഇല്ലാത്ത നല്ല മനുഷ്യനാണ്. അദ്ദേഹം പാർട്ടി വിട്ടു, പോയത് മുസ്ലിം ലീഗിലാണ്. ഒരു കുറ്റവും ഞാൻ പറയുന്നില്ല, അദ്ദേഹം ബുദ്ധിമാനാണ്. CPMൽ നിന്നും നേരിട്ട് കോൺഗ്രസിലേക്ക് പോയാൽ മുസ്ലിം ലീഗിൽ പോകുന്നതിൻ്റെ അത്രയും ഗുണം കിട്ടത്തില്ല. ഒരു വൃക്ഷമാണ് കോൺഗ്രസ്, അതിൻ്റെ പല ശാഖകളുണ്ട്. അത് മുസ്ലിം ലീഗ്, അങ്ങനെയൊക്കെ പല സാധനം. ഈ വൃക്ഷത്തിൻ്റെ താഴെ നിന്ന് മേപ്പോട്ട് കയറുന്നതിനേക്കാൾ നല്ല ഒരു ചില്ല പിടിച്ച് ആ ചില്ലയുടെ മേളിൽ നിൽക്കുന്നതാണ്. അത് മുസ്ലിം ലീഗ് എങ്കിൽ മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിൽ അത്, NDFO PDPയോ ഏതാണെങ്കിൽ അത്. അദ്ദേഹം ബുദ്ധിമാനാണ്. പിന്നെ മുസ്ലിം ലീഗ് എന്നുള്ളത് ഒരു മതേതര പാർട്ടിയാണ്. യാതൊരു തരത്തിലും മതം അവർക്ക് പ്രശ്നമല്ല. മുസ്ലിം എന്നുള്ളത് വെറുതെ വെച്ചേക്കുന്നതാണ്, മതേതര പാർട്ടിയാണ് എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. എനിക്കറിയത്തില്ല, കോൺഗ്രസ് അവകാശപ്പെടുന്നത്. മതം അവർക്ക് മതമല്ല പ്രശ്നം, അതാണ് പറയുന്നത്. KM ഷാജി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, മതമാണ് പ്രശ്നം. അതെല്ലാവരും, എല്ലാ ഹിന്ദുക്കളും ഓർത്തോണം. അവിടേക്ക് ഒരു ഹിന്ദു ചെല്ലുമ്പോൾ അവർ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. ഇനിയും UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും നല്ലൊരു സ്ഥാനം കൊടുക്കും എന്നാണ് എൻ്റെ ഊഹം. അദ്ദേഹം നല്ല സ്ഥാനം വഹിക്കട്ടെ, നല്ല ഗുണങ്ങൾ കിട്ടട്ടെ, അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. മറ്റൊന്നും അദ്ദേഹത്തെ പറ്റി എനിക്ക് പറയാനില്ല. പിന്നെ പൊന്നാനിയിലോ ഹജ്ജിനോ ഒക്കെ പോയി ഒരു ഹാജിയാരായി കൂടെ വരട്ടെ എന്നുള്ളൊരു ആശംസ കൂടെ അദ്ദേഹത്തിനുണ്ട്. എൻ്റെ നല്ല സുഹൃത്താണ്. എനിക്ക് മറ്റൊന്നും പറയാനില്ല. മുസ്ലിം ലീഗിൽ പോയതിൽ എനിക്കൊരു വിരോധവുമില്ല. പിന്നെ ഒരു തമാശ രൂപേണ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ AG ഉണ്ണികൃഷ്ണൻ ഇനിയും ഏത് പാർട്ടിയിലേക്ക് പോകും? BJPയിൽ വരുമോ? കോൺഗ്രസിൽ പോകുമോ? CPMൽ ഇനിയും പറ്റത്തില്ല. ഇനി എവിടെ പോകും? AG ഉണ്ണികൃഷ്ണൻ്റെ കഥ വളരെ മോശം കഥയാണ്, വളരെ പരിതാപകരമാണ്. അദ്ദേഹം ചിരിക്കുകയാണെങ്കിലും മനസ്സിൽ കരയുകയാണ്. പാവ മനുഷ്യൻ. നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.